1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. അവരുടെ പിതാവ് സിസ്റ്റല ശ്രീ രാമമൂർത്തി ഒരു ആയുർവേദ ഡോക്ടറും അധ്യാപകനുമായിരുന്നു. തന്റെ ബാല്യത്തിന്റെ ഭൂരിഭാഗവും ജാനകി സിർസില്ലയിൽ ചെലവഴിച്ചു. അവിടെ 9-ാം വയസ്സിൽ വേദിയിൽ ആദ്യ അവസരം ലഭിച്ചു. നാഗസ്വര വിദ്വാൻ പൈഡി സ്വാമിയിൽ നിന്നാണ് അവർ സംഗീതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചത്. ശാസ്ത്രീയ സംഗീതത്തിൽ അവർ ഒരിക്കലും ഔപചാരിക പരിശീലനം നേടിയിട്ടില്ല. 10-ാം വയസ്സിൽ പൈദ്യസ്വാമിയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം പഠനം ആരംഭിച്ചു. ജാനകിയുടെ സംഗീതവാസന വളർത്തുന്നതിൽ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖർ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സംഗീത പഠനത്തിനായി പിൻകാലത്ത് മദ്രാസിലെത്തി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയായത്. വൈകാതെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചു. 1957 19-ാം വയസ്സിൽ വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. തെലുങ്ക് ചിത്രമായ MLL അവസരം ലഭിച്ചതിനു ശേഷം ജാനകിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭാഷകളിലെ നിഷ്പ്രഭമാക്കിയ ആ സ്വരമാധുരി ലക്ഷക്കണക്കിന് ആളുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. 1200 പരം മലയാള സിനിമാ ഗാനങ്ങൾക്ക് ജാനകി ശബ്ദം പകർന്നിട്ടുണ്ട്. ഇതിൽ സുപ്രസിദ്ധമായ നിരവധി ഗാനങ്ങൾ ഉൾപ്പെടുന്നു. സംഗീത സംവിധായകൻ SS ബാബുരാജാണ് ജാനകിയുടെ തളരിതമായ ശബ്ദം തിരിച്ചറിഞ്ഞ് അവരെ മലയാളത്തിലേക്ക് എത്തിച്ചത്. കുട്ടികളുടെ സ്വരത്തിൽ പാടുന്നതിനുള്ള സവിശേഷമായ കഴിവും ഈ ഗായികയ്ക്കുണ്ട്. മലയാളത്തിൽ ഇത്തരം ചില ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. 28/10/2017 മൻസൂർ മാനസ ഗംഗോത്രിയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി സിനിമയിലും പൊതുവേദികളിലും പാടുന്നത് അവസാനിപ്പിച്ചു. ഭർത്താവ് പരേതനായ V രാമപ്രസാദാണ്. 1959 അവരുടെ വിവാഹം. ജാനകിയുടെ കരിയറിനെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം അവരുടെ മിക്ക റെക്കോർഡിങ്ങിലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. 1997 ഹൃദയാഘാതം മൂലം അദ്ദേഹം മരിച്ചു. ഭർത്താവിന്റെ മരണശേഷം ജാനകി സിനിമാരംഗത്ത് സജീവമല്ലാതായി. കൂടുതൽ സമയവും പ്രാർത്ഥനയ്ക്കായി ചെലവിടുന്ന അവർ ഇടയ്ക്ക് ഭക്തിഗാന കാസറ്റുകൾക്ക് വേണ്ടി പാടിയിരുന്നു. ഏകമകൻ മുരളീകൃഷ്ണൻ ജനുവരിയിൽ മരിച്ചതിനെ തുടർന്ന് പേരക്കുട്ടി അപ്സരയുടെ കൂടെയായിരുന്നു മൈസൂരിൽ താമസം. ജാനകിയുടെ മാതൃഭാഷ തെലുങ്കാണെങ്കിലും അവർക്ക് തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഒഴുക്കോടെ സംസാരിക്കാനും എഴുതാനും സാധിച്ചിരുന്നു. 17 ഭാഷകളിലായി 48,000ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, ഹിംഗള എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. മൈസൂരുവിലെ ബൊഗാദിയിലെ വീട്ടിൽ വെച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പനിയും ശ്വാസപ്രശ്നങ്ങളും അനുഭവപ്പെട്ട ജാനകിയെ മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. 2026 ജൂലൈ 11 ശനിയാഴ്ച മൈസൂരുവിലെ അപ്പോളോ BGS ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് ജാനകി അന്തരിച്ചു.